RC ബുക്ക് ലൈസൻസ്. ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഇപ്പോൾ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ RC കിട്ടാനുണ്ട്, ലൈസൻസ് കിട്ടാനുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ തന്നെ ഇട്ടോ. കാരണം സ്മാർട്ടാകും എല്ലാം എന്ന് പറഞ്ഞിട്ടാണ് പരിപാടികൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ന്യൂസിലൊക്കെ വന്നിട്ടുള്ളത്. RC ബുക്കും ഇനി പേഴ്സിൽ വയ്ക്കാം. സ്മാർട്ട് RC ബുക്കുകളുടെ അച്ചടി ആരംഭിച്ചു. വാഹനങ്ങളെ RCയും ഇനി പെഡ്ജി ഫോമാറ്റിൽ സ്മാർട്ട് കാർഡ് RC ബുക്ക് എറണാകുളം. പേഴ്സിൽ ഒതുങ്ങുന്ന RC ബുക്ക്. ഞാൻ ഇതിന് മുമ്പും 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ RC ബുക്ക് എടുത്തിട്ട് പുറത്ത് കാണിച്ചു കഴിഞ്ഞാൽ എന്തോന്ന് പറയുക, നോട്ട് ബുക്കൊന്ന് ചോദിക്കുമോ. കർണാടകയിലൊക്കെ ഒരുപാട് പിന്നെ മാറി, ഇവിടെ എന്തോ ഒരു മാറ്റം വരാത്തതെന്നൊക്കെ. അപ്പോഴാണ് ഇങ്ങനൊരു സാധനം വന്നത്. അപ്പോൾ ഈ 2 ന്യൂസും ഞാനിവിടെ പ്ലേ ചെയ്യാട്ടോ. കാരണം ഈ 2 ന്യൂസിൽ നിന്നാണ് പരിപാടികളുടെ തുടക്കം. ഇത് വന്നത് ഒക്ടോബർ 2023 ഈ 2 ന്യൂസും വന്നിട്ടുള്ളത്. ഡ്രൈവിംഗ് ലൈസൻസിന് പിന്നാലെ വാഹന RC ബുക്കും സ്മാർട്ടാകുന്നു. ഇനി മുതൽ RC ബുക്കുകളും ലൈസൻസ് മാതൃകയിൽ പെഡ്ജി കാർഡ് രൂപത്തിലാകും വിതരണം ചെയ്യുക. എറണാകുളം തേവരയിലെ ഡ്രൈവിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രിന്റിംഗ് സ്റ്റേഷനിൽ RC അച്ചടി ഒക്ടോബർ 4 മുതൽ ആരംഭിച്ചു. RCക്കായി അപേക്ഷിക്കുന്നതിന് 200 രൂപയും തപാൽ ഫീസും നൽകണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ അസാധ്യമായിട്ടുള്ള, പെട്ടെന്ന് കേടുവരാത്തതും, വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ ചൂട് അടിച്ചാലോ പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിലുള്ള ഉന്നത നിലവാരത്തിലുള്ള സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കൂടിയിട്ടുള്ള പെഡ്ജി കാർഡാണ്. സീരിയൽ നമ്പർ, UV ചിഹ്നങ്ങൾ, ഹോളോഗ്രാം, ഒപ്റ്റിക്കൽ വേരിയബിൾ ഇങ്ക്, QR കോഡ് എന്നിങ്ങനെ എല്ലാവിധ അത്യാധുനിക സുരക്ഷാ സംവിധാനങ്ങളും പുതിയ RCയിൽ ഉണ്ടാകും. ഈ കാണുന്നതാണ് ഇവിടുന്ന് പ്രിന്റ് എടുക്കുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. 7 സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതിൻ്റെ QR കോഡാണ്. QR കോഡ് മൊബൈലിലെ ഒരു QR കോഡ് റീഡിംഗ് ആപ്ലിക്കേഷൻ വഴി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും മൊബൈലിൽ ലഭ്യമാവുന്നതാണ്. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് പുറമെ നിലവിലെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഉടമസ്ഥാവകാശം മാറ്റൽ, വിലാസം മാറ്റൽ, രജിസ്ട്രേഷൻ പുതുക്കൽ, വായ്പ രേഖപ്പെടുത്തിയിരിക്കുന്നത് നീക്കൽ തുടങ്ങിയ സേവനങ്ങൾക്ക് അപേക്ഷിച്ചാലും പുതിയ രൂപത്തിലുള്ള RC ആയിരിക്കും ലഭിക്കുക. പ്രതിദിനം 15,000 മുതൽ 20,000 വരെ RC അച്ചടിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 15,000 മുതൽ 20,000 വരെ RC അച്ചടിക്കാനുള്ള സൗകര്യമുള്ള നമ്മുടെ ഏറ്റവും ആധുനികമായ RC ലഭിക്കുന്ന സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു വീഡിയോ. ഓക്കെ, അതിനടിയുള്ള കമൻസ് നിങ്ങൾ നോക്കിയോ. 4 ദിവസം മുമ്പ് ഒരാളുടെ കണ്ടു. ഇപ്പോൾ 4 മാസമായി ഇതുവരെ കിട്ടിയില്ല. പുതിയ വണ്ടി എടുത്തിട്ട് 3 മന്തായി, മൈലുകളെ RC പോലും തന്നിട്ടില്ല. ഇവനൊക്കെ എന്താ ഈ കാണിക്കുന്നത്? 1 മന്തായി ഇപ്പോഴും ലൈസൻസ് കിട്ടിയിട്ടില്ല. 1 മന്ത് കഴിഞ്ഞു, ഇതുവരെ RC വീട്ടിൽ അന്വേഷിച്ചപ്പോൾ കാർഡ് സപ്ലയറിന് ക്യാഷ് കൊടുത്തില്ല എന്ന് സ്റ്റാഫ് പറഞ്ഞത്. 3 മന്ത് കഴിഞ്ഞു, പുതിയ വണ്ടി വാങ്ങിയിട്ട് ഇതുവരെ RC വന്നിട്ടില്ല. RC കിട്ടിയില്ല, ലൈസൻസും കിട്ടിയില്ല. ഞാനുണ്ട്, ഇതാണ് അവസ്ഥ. ആളുകൾ മൂഞ്ചി 2 മാസമായി നശിച്ച് സർക്കാർ. RC കാത്തു നിന്ന് 24 മണിക്കൂർ പോയിട്ട് 2 മാസമായിട്ട് ഇതുവരെ കിട്ടിയില്ല. കഷ്ടം. ഒരു ന്യൂസും കൂടി വെക്കുക, എന്നാലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. പരമാവധി 24 മണിക്കൂറിനുള്ളിൽ ഈ സെൻറ്ററിൽ നിന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഡെസ്പാച്ചിന് വേണ്ടിയിട്ട് എടുത്തിരിക്കും. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിച്ച് ചെയ്യുന്നത്. വാഹനോടമയ്ക്ക് 2 ദിവസത്തിനുള്ളിൽ പുതിയ കാർഡ് കിട്ടും. തീർച്ചയായിട്ടും. ഇപ്പം ഈ പുതിയ രൂപത്തിലുള്ള കാർഡ് വിതരണം ചെയ്യുന്നതിന് 200 രൂപ അധികമായിട്ട്, നിലവിലുള്ള ഫീസിനേക്കാൾ 200 രൂപ അധികമായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. 200 രൂപ അധികമായി മേടിച്ചിട്ട് 24 മണിക്കൂറിനകം അവിടുന്ന് ഡിസ്പാച്ച് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ ആളുകളുടെ കയ്യിൽ എത്തുമെന്ന് പറഞ്ഞ് കിടുതാപ്പ എവിടെ പോയി? ഏത് വഴിക്ക് പോയത്? അച്ചടി നടന്ന് ആളുകളിലേക്ക് എത്തിക്കുമെന്നുള്ള വാഗ്ദാനവും പറഞ്ഞ് തുടങ്ങി, എക്സ്ട്രാ പൈസയും വാങ്ങി തുടങ്ങിയപ്പോൾ ഇപ്പോൾ ഈ പൈസ ആര് തിന്നടേ? ആര് തിന്ന് ഈ പൈസ മൊത്തം? 1-2 റുപ്യ ആവില്ലല്ലോ. കഴിഞ്ഞ 5-6 മാസമായിട്ട് എത്ര വണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും? എത്ര പൈസ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും? ഒന്നുമില്ല, എല്ലാം വെള്ളത്തിൽ വരച്ച വര. ഇപ്പം പുതിയ ഗതാഗത മന്ത്രി വരുമ്പോഴത്തേക്ക് ഇതിലൊക്കെ വലിയൊരു മാറ്റം സംഭവിക്കും. പുതിയ ഗതാഗത മന്ത്രി അടിപൊളിയാണ്. ഞാനും പ്രതീക്ഷിച്ചിട്ടുണ്ട് പുതിയ ഗതാഗത മന്ത്രി വരുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര മാറ്റം പറ്റും. നമ്മുടെ ആൻ്റണി രാജു പോലെ ചുമ്മാ ഇരുന്ന് കണകണ മാത്രമായിരിക്കില്ല. അത്യാവശ്യം പരിപാടികൾ നടക്കുന്നതാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വിചാരമൊക്കെ തെറ്റി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായത്. അങ്ങേര് പ്രമുഖരുടെ കാര്യത്തിൽ മാത്രം ഇടപെടും. ഗണേഷ് കുമാർ പ്രമുഖരുടെ കാര്യത്തിൽ മാത്രം ഇടപെടുമെന്നാണ് എനിക്കിപ്പോൾ പേഴ്സണലി മന്ത്രി ആയതിനു ശേഷം ഉണ്ടാകും. കാരണം അഖിൽമാരാര് 2 ദിവസം മുമ്പ് വന്നിട്ട് അങ്ങനെ വണ്ടീൻ്റെ രജിസ്ട്രേഷന് വേണ്ടി കെട്ടി വെച്ചൊരു പൈസേൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഈ RC ബുക്കിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതൊന്ന് ആദ്യം കേൾക്കാം, എന്നിട്ട് മതി ബാക്കി.
ഞാൻ ഒരു വണ്ടി എടുത്തു, ഇപ്പോൾ ലാസ്റ്റ് ഒരു മിനി കൂപ്പർ എടുത്തായിരുന്നു, നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കൊട്ടാരക്കരയിൽ നമ്പർ 1 എടുക്കാം, ഒരാഗ്രഹം. അങ്ങനെ 1ാം നമ്പറിന് വേണ്ടിയിട്ട് ഞാൻ 1 ലക്ഷം രൂപ അടച്ചിട്ടുണ്ടായിരുന്നു. ലേലം വിളിയാണ് വന്നത്. ലേലം വിളിയിൽ ഞാനും നമ്മുടെ ജല്ലിക്കെട്ട് സിനിമയുടെ പ്രൊഡ്യൂസർ അദ്ദേഹം 1 നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹമായിട്ടായിരുന്നു ലേലം വിളി സംഭവിച്ചത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം വിളിച്ചു. അങ്ങനെ ഒരു 2 ലക്ഷത്തിന് മുകളിലേക്ക് വിളിച്ചപ്പോഴത്തേക്കും നമ്മൾ ഇവനെ വിട്ടുകൊടുത്തു. ഒന്നാമത്തെ കാര്യം, ഈ 1 എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് 0001 എന്ന് എഴുതുന്നതിനോട് താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചത് 1 ബുക്ക് ചെയ്തെടുക്കുകയും 1 തന്നെ എഴുതുകയും ചെയ്യണം. കാരണം ഈ ഗവൺമെന്റ് കാണിക്കുന്നത് ശരിയല്ല. അത് കേന്ദ്രമായാലും കേരളമായാലും എനിക്ക് അതിനോട് യോജിപ്പില്ല. ജനങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഒരു ഫാൻസി നമ്പർ എടുക്കുമ്പോൾ ആ ഫാൻസി നമ്പർ അവൻ അടിച്ചു വെക്കാനുള്ള അനുമതി കൊടുക്കണം. അല്ലാതെ 1 എന്ന് പറയുന്ന നമ്പർ മേടിച്ചിട്ട് 0001 എന്ന് പറയുന്ന സെക്യൂരിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനുമാതിരി നാറിയേർപ്പാടാം. അപ്പൊ ഈ പൈസ അടച്ചിട്ട് ഏകദേശം ഇപ്പോൾ 2 മാസത്തോളമായി 1 ലക്ഷം രൂപ അടച്ചിട്ട്. സാധാരണ പണ്ടൊക്കെ എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൈസ അടച്ചിട്ട് നമ്മൾ പുതിയ നമ്പർ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്ന പൈസ തിരിച്ചു തരുന്ന ഒരു മാന്യമായ ഏർപ്പാട് ഒരുവിധപ്പെട്ട എല്ലാ ഗവൺമെന്റുകളും കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പം ഞാൻ 2-3 പ്രാവശ്യം RTOഫീസിൽ ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇതെന്താണ് ഈ പൈസ കൃത്യമായിട്ട് വരാത്തത്? അപ്പം ഖജനാവിൽ 5ന്റെ പൈസ എടുക്കാനില്ല എന്ന് പറയുന്നതാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ട്രഷറിയുടെ ഫണ്ടിലെങ്ങാനും പോയിന്നിട്ട് നാണമില്ലാടാ നാറികളെ വല്ലവന്റെയും. കാരണം നമുക്ക് ഇങ്ങോട്ട് തരാനുള്ള പൈസയല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചു വെച്ച പൈസയാണ്. ഞാനിത് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, പറയാൻ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. കേരളത്തിൽ ഇതുപോലെ ഗവൺമെന്റിന്റെ കയ്യിൽ കാലക്കേട് കൊണ്ട് പൈസ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഒരുപാട് മനുഷ്യരിവിടെ ഉണ്ട്. അപ്പം ഞാൻ ലാസ്റ്റ് RTOഫീസിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഏതെങ്കിലും പാവങ്ങൾക്ക് വല്ല പെൻഷൻ കൊടുക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കോ വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് ഇതുപോലെ നമ്മുടെ പൈസ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമില്ല. പക്ഷെ വീണാ വിജയന് ഹൈക്കോടതിയിൽ കേസ് വാദിക്കാൻ വേണ്ടി 27 ലക്ഷം രൂപ കൊടുക്കാൻ എന്റെ കൈ പൈസ ഇല്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകള് ഗവൺമെന്റിന്റെ ഒരു അതോറിറ്റിയുടെയും ഭാഗമല്ല. അപ്പൊ അവരുടെ ഒരു പ്രശ്നം വരുമ്പോൾ അത് വാദിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പൈസ അനുവദിക്കേണ്ട യാതൊരു കാര്യമില്ല. ചോദിക്കാൻ നട്ടുറപ്പില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് ഇതെല്ലാം തന്നെ. അപ്പൊ അഖിൽമാരാര് വണ്ടിക്ക് നമ്പർ കിട്ടാൻ വേണ്ടി കൊടുത്ത പൈസ അഖിൽമാരാർക്ക് തിരിച്ചു കൊടുക്കാത്ത സാഹചര്യത്തിൽ അഖില് വന്നിട്ട് വീണാ വിജയനെയും പിണറായി വിജയനെയും സർക്കാരിനെയും മൊത്തത്തിൽ ഊക്കി അടിച്ച് വിട്ടപ്പോ, അത് വീഡിയോ ആയിട്ട് എയറിൽ വന്നപ്പോ അഖിൽമാരാർക്ക് പൈസ തിരിച്ചു കൊടുത്തു. എങ്ങനെ ഇരിക്കണേ? അപ്പൊ എന്താ വിഷയം എന്നറിയോ? സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ, സെലിബ്രിറ്റീസ്, സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സെലിബ്രിറ്റി ഫേസ് ഉള്ള ആളുകൾ, അവർ വന്ന് പറയുമ്പോഴത്തേക്കും ബാലും ചുരുട്ടി അവർക്ക് പരിപാടി ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. പേടിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊക്കെയാന്ന് കേട്ടോ. ഇപ്പൊ അഖിൽമാരാർക്ക് സാധനം തിരിച്ചു കിട്ടിയിട്ട് അഖിൽമാരാർ പിന്നെയും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് അഖിൽമാരാരുടെ പൈസ തിരിച്ചു കിട്ടി. പ്രിയമുള്ളവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാൻ ഉന്നയിച്ച വിഷയം നിങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഉന്നയിച്ച വിഷയങ്ങളിൽ ഒരു വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു വിഷയമാണ്. എനിക്ക് ലഭിക്കാനുള്ള പൈസ 24 മണിക്കൂറിനുള്ളിൽ ഗവൺമെന്റ് തിരികെ തന്നിട്ടുണ്ട്. കരയുന്ന കുഞ്ഞിന് ലഭിച്ച പാലെന്നോ അല്ലെങ്കിൽ ഈ കരച്ചിൽ മറ്റു പലരും ഏറ്റുപിടിക്കുമെന്ന് വിചാരിച്ചിട്ടോ ആകാം. എന്തായാലും എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടു. എന്നിരുന്നാലും കേരളത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ RC ബുക്ക് ലഭിക്കാത്ത നിരവധി ആൾക്കാരുണ്ട്, ലൈസൻസ് ലഭിക്കാത്ത നിരവധി ചെറുപ്പക്കാരുണ്ട്. ലൈസൻസ് ഒരു ജീവന ഉപാധി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് എളുപ്പത്തിൽ വളരെ കാര്യമായ രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷ ഞാൻ ഇതിൽ പങ്കുവയ്ക്കുന്നു. ഒരു പ്രതീക്ഷ എനിക്കില്ല. കാരണം അഖിൽമാരാർ ഒരു സെലിബ്രിറ്റിയാണ്. സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടും. പിണറായി വിജയനും വീണാ വിജയനും ഗതാഗത മന്ത്രിനെയൊക്കെ വിളിച്ചു പറഞ്ഞ 10 ആള് കേൾക്കും. അതൊരു മോശക്കേടാകും, അല്ലെങ്കിൽ 10 ആൾ ഏറ്റുപിടിക്കുന്നുള്ളത് കൊണ്ട് അഖിൽമാരാർക്ക് കിട്ടാനുള്ളത് തന്നിട്ട് അവിടെ ഇരുത്തും. സാധാരണക്കാരൻ കയറി പോയി ചോദിച്ചു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും. കൃത്യനിർവഹണത്തിനെതിരെ നിന്നു എന്ന് പറയും, സർക്കാരിനെതിരെ വീഡിയോ ഇട്ടു എന്ന് പറയും, പിണറായി വിജയനെ പറഞ്ഞു എന്ന് പറയും, വീണാ വിജയനെ പറഞ്ഞു എന്ന് പറയും. അങ്ങനത്തെ നാറിയ പരിപാടികളെല്ലാം കാണിക്കും. ഏത് അങ്ങനെയാണല്ലോ. ഇനി കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ അടുത്ത് ഞാൻ വേറൊരു ന്യൂസ് കണ്ട്. ആ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫൻഡർ കാർ എടുത്ത കണ്ണൂരുള്ള ഒരു ലേഡി, ഒരു ബിസിനസ് ലേഡിയാണ്. അവർ കാർ എടുത്തതിന് ശേഷം അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. എന്തോ ഒരു പേപ്പർ ഇല്ലാത്തത് കൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ണൂർ ഓഫീസിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് അവരത് ന്യൂസായി 24 ന്യൂസിൽ കൊടുത്തു. ദുബായിൽ സംരംഭകയായ കണ്ണൂർ സ്വദേശിനി ഹസീന നിഷാദ് കൊച്ചിയിലെ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞ ജൂൺ അവസാന വാരമാണ് തന്റെ ഇഷ്ടവാഹനമായ ഡിഫൻഡർ പുറത്തിറക്കിയത്. വാഹനത്തിന്റെ വിലയായി 1.5 കോടി അടച്ച ശേഷമാണ് രജിസ്ട്രേഷനായി കണ്ണൂർ RTOയെ സമീപിച്ചത്. എന്നാൽ ഇതുവരെ വാഹനം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. കാരണം എന്തെന്ന് ഉദ്യോഗസ്ഥരോട് ചോദിക്കുമ്പോൾ തനിക്ക് മറുപടി ഇങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് ഹസീന പറയുന്നു. കണ്ണൂർ RTO ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശം DGFT സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തിത്തരില്ല.
പക്ഷെ കേരളത്തിൽ ഇതേ ഡിഫൻഡറുകൾ മറ്റേ RTO ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ നടത്തുന്നുണ്ട്. പക്ഷെ എൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു നിലപാട്. എന്നാൽ DGFT ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ വാഹനം രജിസ്റ്റർ ചെയ്യാമെന്നാണ് 2019 വന്ന മോട്ടോർ വാഹന നിയമ ഉത്തരവെന്നും അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് തരാനാകില്ല എന്നുമായിരുന്നു ഇത് നൽകേണ്ട ഷോറൂം അധികൃതരുടെ മറുപടിയെന്ന് ഹസീന പറയുന്നു. കേരളത്തിലെ പ്രമുഖ ചലച്ചിത്ര നടന്മാരുടേതടക്കം സംസ്ഥാനത്ത് നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഇതേ മോഡൽ വാഹനങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നുമാണ് ഡീലർമാർ ഹസീനയെ അറിയിക്കുന്നത്. എന്നാൽ തനിക്ക് മാത്രം എന്തുകൊണ്ട് വാഹനം നിരത്തിലിറക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ഹസീന ചോദിക്കുന്നത്. ഡീലർ ഭാഗത്ത് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഡീലർ ഭാഗത്തു നിന്ന് ഈ സർട്ടിഫിക്കറ്റിന് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് മറ്റ് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 2019 മുതൽ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിനായി നിരവധി തവണ ഇതിനോടകം ദുബായിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യേണ്ടിയും വന്നു. പ്രവാസി സംരംഭകയായതിനാലാണോ തന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് സംശയമുണ്ടെന്നും ഇനി എന്താണ് താൻ ചെയ്യേണ്ടതെന്നുമാണ് ഈ സംരംഭക ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് 24 ന്യൂസിൽ അവരുടെ ന്യൂസ് ആയിട്ട് വന്നത്. കാർ എടുത്തിട്ട് ഇത്ര മാസങ്ങളായിട്ടും അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതേപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു, മൂട്ടാപോക്ക് ന്യായങ്ങൾ പറഞ്ഞ് അവരെ തട്ടിക്കളിക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു ന്യൂസ് ഇട്ട് 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മളെ ഗതാഗത മന്ത്രി, വകുപ്പ് മന്ത്രി എന്ത് ചെയ്ത് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി കൊടുത്ത്. കഴിഞ്ഞ ദിവസമാണ് 24 വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് എത്രയും വേഗം പരിഹാരം വേണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ ആവശ്യപ്പെട്ടു. ശ്രീകണ്ഠൻ ചേട്ടൻ 24 ചാനലിൽ ഒരു പരാതി, ഒരു സംരംഭകയായ ഒരു സഹോദരി ഗൾഫിൽ നിന്ന് വന്ന് 1.5 കോടി രൂപയുടെ ഒരു കാർ ആഗ്രഹം കൊണ്ട് കേരളത്തിൽ വാങ്ങി. കഴിഞ്ഞ 8 മാസമായി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തില്ല. ഓരോരോ മുട്ടി ന്യായങ്ങൾ പറയും. ഇന്നലെ രാത്രി എനിക്ക് വിവരം കിട്ടി. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, നാളെ വർത്താനമൊന്നുമില്ല, നാളെ ഉച്ചയ്ക്ക് മുമ്പ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. ബാക്കി ന്യായങ്ങളെല്ലാം പിന്നെ. പക്ഷെ ഉച്ചയ്ക്ക് മുമ്പേ ഉദ്യോഗസ്ഥർ ആ വണ്ടി രജിസ്റ്റർ ചെയ്ത് കൊടുത്തു, എന്നെ വിവരം അറിയിച്ചു. മന്ത്രി ഇടപെട്ടതോടെ ഇന്നലെ തന്നെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായി. DGFT ക്ലിയറൻസിന്റെ പേരിലാണ് കണ്ണൂർ RTO രജിസ്ട്രേഷൻ വൈകിപ്പിച്ചത്. ഇതോടെ ഫാൻസി നമ്പർ ലഭിക്കാൻ അടച്ച പണവും നമ്പറും നഷ്ടമായി. പ്രശ്നപരിഹാരത്തിന് പലതവണ നാട്ടിൽ വന്നു പോയതിന്റെ ചെലവ് വേറെയും. മന്ത്രിയുടെ ഇടപെടലിൽ ഏറെ സന്തോഷമെന്ന് ഹസീന പ്രതികരിച്ചു. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഭയങ്കര പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി. അതായത് അവർ രജിസ്ട്രേഷൻ എങ്ങനെയും കൊടുത്തേ പറ്റുന്നുള്ളൂ. ഗതാഗത വകുപ്പ് മന്ത്രി ബാക്കിയുള്ളവരും അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാശുള്ളവനും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവനും വന്ന് പറയുമ്പോൾ കാണിക്കുന്ന ശുഷ്കാന്തി, സാധാരണക്കാർ എത്രയോ പേര് വണ്ടി ജീവിതം ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി ഓടിക്കാൻ പറ്റാത്ത രീതിയിൽ ലൈസൻസോ RC ബുക്കും ഇല്ലാതെ അവർ കടന്ന് കരയാണ്. ലേശെങ്കിലും ഉളുപ്പുണ്ട് ചെയ്യുന്ന പണിയിൽ നിന്നുണ്ടെങ്കിൽ അതിന് തീരുമാനമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആദ്യം. അല്ലാതെ നാട്ടുകാരെ കാശും വാങ്ങി അണ്ണാക്കിൽ തിരികെ വെച്ചിട്ട് ഒക്കെ നിങ്ങൾ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലെങ്കിൽ നിങ്ങളൊന്നും എവിടെയും ചോദിച്ചു വരില്ലല്ലോ. നിങ്ങൾ കരഞ്ഞാലൊന്നും ഒരു വിഷയമല്ല. അഖിൽമാരാർ കരഞ്ഞാൽ ഇതിന് പാല് കിട്ടും. ഡിഫൻഡറുള്ള ബിസിനസ് യുവതി കരഞ്ഞാൽ പാല് കിട്ടും. കാരണം എന്താ, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ തീർത്ത് അവർ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന മൈലേജും PR വർക്കും സാധാരണക്കാരൻ്റെ ആവശ്യത്തിന് കിട്ടില്ലല്ലോ. സാധാരണക്കാരൻ്റെ പ്രശ്നം തീർത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരും അറിയൂല, അതിലൊരു മൈലേജ് ഇല്ല, അതൊരു PR വർക്ക് ആക്കാൻ പറ്റില്ല. അതന്നെ വിഷയം. ഇനി ഇതിനിടയിൽ ബോസ്കോ കളമശ്ശേരി അങ്ങേരെ കയറിപ്പോയിട്ട് ഈ അച്ചടിച്ച ഈ കാർഡുകൾ പുതിയതായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള വാഹന ഗതാഗത വകുപ്പിന്റെ പ്രിന്റിംഗ് പ്രസ്സിലേക്ക് കയറി ചെന്നു. ഇങ്ങേരിത് കയറി ചെന്ന് അയാളെ പിടിച്ച് അകത്തിട്ട് അയാളെ വണ്ടിയുടെ RC ബുക്ക് ചോദിച്ചു തന്നതാ. ഗതാഗത മന്ത്രിയുടെ വാക്കും കേട്ടിട്ട് അയാളെ പിടിച്ച് അകത്തിട്ട്. ബോസ്കോ കളമശ്ശേരിയാണ്. കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ RC ചേഞ്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ കൊടുത്തതാണ്. എനിക്കിതവരെ RC കിട്ടിയിട്ടില്ല. എൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നു. എനിക്ക് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ RC വേണം. RC കിട്ടാണ്ട് ഞാനിനി പോകണില്ല. അതാണ് എൻ്റെ തീരുമാനം. എൻ്റെ വാഹനം ഇടിച്ച് ആര് ടൈം തരും? എൻ്റെ വാഹനം ഞാൻ ഒരാളെ ഇടിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ വന്ന് ഇടിക്കുകയോ ചെയ്താൽ ഞാൻ എവിടെ ക്ലെയിം ചെയ്യും? എൻ്റെ വാഹനത്തിന് ഇൻഷുറൻസ് തീർന്നു. എൻ്റെ ഇൻഷുറൻസിന് ഞാൻ എന്ത് ചെയ്യും? ഞാൻ വായുവിൽ എഴുതി കൂട്ടി കൊടുത്താൽ മതിയോ അങ്ങോട്ട്? പറ്റില്ലല്ലോ. എൻ്റെ RC കിട്ടാണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകില്ല എന്നുള്ളത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. ഞാൻ ഉദാരിയൊന്നും ചോദിച്ചൊന്നുമല്ലല്ലോ. ഞാനിവിടെ അടക്കേണ്ട ഫീസ് അടക്കം ഞാനിവിടെ അടച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. 2 മാസമായി. എൻ്റെ RC വരട്ടെ, എനിക്ക് RC വേണം. അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ തന്നോ, വണ്ടി തട്ടിയാലും മുട്ടിയാലും ഞങ്ങൾ ക്ലെയിം കൊടുക്കും.
എന്ന് പറഞ്ഞ് എനിക്ക് പേപ്പർ തന്നോ, അല്ലാണ്ട് ഞാനിവിടെ ഇറങ്ങി പോയൊന്നുമില്ല. അതിൻ്റെ ഉറച്ച നിലപാടാണ്. കാശെടുത്ത് തിരിമറി നടത്തിയിട്ട് പുട്ടടിച്ചതാണ്, വേറെ കുഴപ്പമൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഒരു ഡയലോഗ് കൂടെ ഉണ്ടായി, ഇനി അവിടെ നിന്ന് ആരും ബുദ്ധിമുട്ടുണ്ട്, ഇവിടെ വന്നാൽ മതി. ചേട്ടൻ RC കിട്ടിയോ? തരൂല്ലോ. കറങ്ങിയില്ലേ? എവിടെ നിന്ന് തന്നെ? പാലക്കാട് നിന്ന്. ആ കണ്ടില്ലേ, പാലക്കാട് നിന്നും കാസർഗോഡ് നിന്നും കന്യാകുമാരി നിന്ന് വരെ വന്നാൽ പോലും തരൂല. ബോസ്കോ മനസ്സിലാക്കേണ്ട കാര്യം 26 നവംബറിന് ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കാർഡും പ്രിൻറ്റിംഗ് ആയിട്ടില്ല എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അതിനെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രിൻറ്റിങ്ങിൻ്റെ കാർഡില്ല എന്നാണ് പറയുന്നത്. അത് സ്റ്റാഫുകളുടെ കുറ്റമല്ല. സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ ബോസ്കോ കളമശ്ശേരി RC ചോദിച്ച ചെന്ന് അകത്തായ ബോസ്കോ കളമശ്ശേരി പുറത്തിറങ്ങിയതിന് ശേഷം വീണ്ടും വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ തിരിമറിയെ കുറിച്ചിട്ടും ഇവർ ഈ അനാവശ്യമായിട്ട് എന്തെങ്കിലും ചോദിച്ചു ചെല്ലുമ്പോഴത്തേക്കും അനാവശ്യമായിട്ട് കേസെടുത്ത് അകത്തിടുന്നതിനെ കുറിച്ചിട്ടും പിന്നെ ഒരു വീഡിയോ ഉണ്ട്. എൻ്റെ വണ്ടിയുടെ RC ബുക്ക് ചോദിച്ചതിനാണ് എൻ്റെ പേരിൽ ഇല്ലാത്ത കേസ് കൊടുത്ത് ഞാൻ അവരുടെ ഓഫീസ് തല്ലിപ്പൊളിച്ചെന്നോ, ഓഫീസിൽ കയറിയിട്ട് അവരുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഞാനല്ല തടസ്സപ്പെടുത്തിയത്, അവരെ തന്നെയാണ് തടസ്സപ്പെടുത്തിയത്. കാരണം 353 വകുപ്പാണ് എൻ്റെ പേരിൽ എടുത്തേക്കണത്. കഴിഞ്ഞ നവംബർ 26 മുതൽ ഇവിടെയുള്ള ഓരോരുത്തരുടെ കയ്യിൽ നിന്നും ലൈസൻസ് മാറ്റി തരാമെന്നും പേപ്പർ RC കാർഡാക്കി തരാമെന്നും പറഞ്ഞ് അവർ തന്നെയാണ് കാശ് മേടിച്ചത്. അതിന് 500 രൂപ. RC ബുക്ക് പ്രിൻ്റ് ചെയ്ത് പണ്ട് പേപ്പറിലുണ്ടായിരുന്നത് അത് മാറ്റിയിട്ട് കാർഡാക്കണതിന് 700 രൂപ. ഇതൊന്നും കൂടാണ്ട് 45 രൂപ വെച്ച് അഡീഷണൽ മേടിച്ചിട്ടുണ്ട്. നേരത്തെ ഓരോ RTO ഓഫീസുകളിൽ നിന്നും പ്രിൻ്റ് അടിച്ചാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് വെച്ചത്. ഇപ്പോൾ അതെല്ലാം കൂടി കേരള സംസ്ഥാനത്തിലെ മുഴുവനും ഈ പറയുന്ന തേവര ഡിപ്പോയില അവരുടെ പ്രിൻറ്റിങ് യൂണിറ്റിൽ കൊണ്ടുവന്നു. എന്നിട്ട് എന്താ ഒരാൾക്ക് പോലും പ്രിൻ്റ് കൊടുക്കാത്തത്? 2,70,00,000 രൂപ ഉദ്യോഗസ്ഥൻ്റെ പോക്കറ്റിലേക്ക് മാത്രം വീഴും. ആ വിവരം പുറത്തറിയാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട കമ്മീഷൻ എത്രയും പെട്ടെന്ന് കിട്ടാനാണ് ഈ പറഞ്ഞ കളി. ഈ 1 കോടി 2,70,00,000 രൂപ ഇവൻ്റെ ഒക്കെ പോക്കറ്റിൽ കിട്ടുമ്പോൾ പിന്നെ അവന് ഫ്ലാറ്റ് മേടിച്ചൂടെ? തീർച്ചയായും. ആ ഇവരുടെയൊക്കെ ഭാര്യയുടെ പേരിലും മക്കളുടെ പേരിലും മരുമക്കളുടെ പേരിലും ഒക്കെ ആയിട്ട് മേടിച്ച് കൂട്ടിയേക്കണത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൊള്ളയടിച്ച ഈ പണവും. അതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടി വേണ്ടാന്ന് പറഞ്ഞത്. ഈ പറയുന്ന 8.5 കോടി രൂപയുടെ തിരിമറിയാണ് അതിൻ്റെ ഉള്ളിൽ നടത്തിയത്. എറണാകുളത്തിരിക്കുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാന ഉദ്യോഗസ്ഥരിൽ ഒരാൾ എറണാകുളത്ത് ഒരു ഫ്ലാറ്റിലാണ് താമസം. എറണാകുളത്ത് പുള്ളിക്ക് വീടുണ്ട്. മോട്ടോർ വെഹിക്കിളിൻ്റെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ചുമതല വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ എറണാകുളത്ത് ഫ്ലാറ്റുണ്ട്. അങ്ങനെയാണ് ഈ സാധനം എറണാകുളത്തോട്ട് വന്നത്. കമ്മീഷൻ പുറത്തോട്ട് കൃത്യമായിട്ട് കിട്ടണമല്ലോ. ഇപ്പം ഞാനിവിടെ നിന്നിട്ട് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഞാൻ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വിശ്വസിക്കുമോ? ഈ കാർഡിൽ ഒരു ഉദ്യോഗസ്ഥന് 60 രൂപ കിട്ടണ്ടെന്ന് പറയുമ്പോൾ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ പോരെ. ബോസ്കോ കളമശ്ശേരി സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ പോയിരുന്ന ഒരു വ്യക്തിയാണ്. സ്വന്തം കാര്യത്തിനും പോയിരുന്ന് സംസാരിച്ചതാണ്. ബോസ്കോ കളമശ്ശേരി ഇപ്പം ഈ പറഞ്ഞ മാതിരി അഖിൽമാരാരല്ല, അല്ലെങ്കിൽ ദുബായിൽ നിന്നുള്ള സംരംഭകയല്ല, കോടീശ്വരനല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അയാൾക്കൊരു രാഷ്ട്രീയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവരുടെ രാഷ്ട്രീയത്തിന് ശരിയല്ല എന്നുള്ളതൊക്കെയാണ് കാരണം എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ പിടിച്ചകത്തിടും. ആരെങ്കിലും ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ലൈസൻസ് കിട്ടിയില്ല, RC ബുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മൈൻഡ് അടിക്കില്ല. ഇനി അല്ല അവിടെ കയറി ചെന്ന് ചോദിച്ചാലോ, ഗതാഗത മന്ത്രിയോട് ചോദിച്ചാലോ പിടിച്ചകത്തിടും. ഇതെന്ത് നാടടെ ഇത്? സെലിബ്രിറ്റികൾക്ക് മാത്രം അവരുടെ പ്രശ്നങ്ങൾ തീർന്ന് കിട്ടിയാൽ മതി, സാധാരണക്കാർക്ക് തീർന്ന് കിട്ടണ്ടേ? കഷ്ടം. ഇത് ഇറ്റങ്ങളെ ഇത് ഭരിച്ച് കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര കട്ട് മുടിക്കുന്നുണ്ട്? എടാ 100 കട്ടോ കുഴപ്പമില്ല, ഒരു 25% അതൊരു മാന്യതയല്ലേ? ഉളുപ്പില്ലാത്തരം കാണിക്കുകയും ചെയ്യുന്നുണ്ട്, ചോദിച്ചു ചെല്ലുന്നവരെ പിടിച്ച് അകത്ത് വിടും. സെലിബ്രിറ്റികളെ കാര്യങ്ങളൊക്കെ തീർത്തു കൊടുക്കാൻ മുന്നില്ല. എന്തായാലും